രാവിലെ എഴുന്നേറ്റിട്ട് നമ്മൾ കട്ടിലിൻ്റെ അറ്റത്ത് ഇങ്ങനെ ഇരിക്കും. നമ്മുടെ മുന്നിൽ റണ്ണിങ് ഷൂസ് ഇരിപ്പുണ്ട്. അത് കാണുമ്പോൾ തന്നെ ഉള്ളിൽ വല്ലാത്തൊരു കുറ്റബോധം, ഒരുതരം ശ്വാസം മുട്ടലൊക്കെ ഫീൽ ചെയ്യും. നമ്മൾ നമ്മുടെ ശരീരത്തിലേക്കൊന്ന് നോക്കും. വയറ്റിൽ നല്ല കൊഴുപ്പിറങ്ങിയിട്ടുണ്ട്. ഒട്ടും ഷേപ്പില്ലാത്തൊരവസ്ഥ കണ്ട് സ്വയം കുറ്റപ്പെടുത്തും. എന്നിട്ട് എല്ലാ ആഴ്ചയും ചെയ്യുന്ന അതേ മെൻ്റൽ കാൽക്കുലേഷൻ മനസ്സിൽ ചെയ്ത് കൂട്ടിക്കിഴിച്ച് നോക്കിയിട്ട് നമ്മൾ നമ്മളോട് തന്നെ പറയുന്നൊരു കാര്യമുണ്ട്. എങ്ങനെയെങ്കിലും നല്ല ഷേപ്പിലേക്ക് തിരിച്ചു വരണം. ഒരിക്കൽ നല്ല ഷേപ്പ് ഉണ്ട് എന്ന് വിശ്വസിച്ചിരുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പഴയ ഇതിലേക്ക് വരണമെന്ന് തോന്നും. ഇതുവരെയും വന്നിട്ടില്ല എങ്കിൽ നല്ലൊരു ബോഡി സെറ്റ് ചെയ്യണമെന്ന് തോന്നും. എന്നിട്ട് വീക്കെൻഡിൽ അടിച്ച മൊത്തം ജങ്ക് ഫുഡും വർക്കൗട്ട് ചെയ്ത് കളയണം. ബോഡി ഫാറ്റ് കുറയ്ക്കണം. അങ്ങനെ ചെറുപ്പം തൊട്ടേ നമ്മുടെയൊക്കെ തലയിലേക്ക് അടിച്ചു കയറ്റി വെച്ചിരിക്കുന്ന ആ ഒരു പെർഫെക്റ്റ് ബോഡി ലുക്കിലേക്ക് എങ്ങനെയെങ്കിലും എത്തണം എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. അതാണായാലും പെണ്ണായാലും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് പോകാനിരിക്കുന്ന ജിമ്മ് സ്കിപ്പ് ചെയ്താൽ അല്ലെങ്കിൽ ഇന്നത്തെ വർക്കൗട്ട് മുടക്കി കഴിഞ്ഞാൽ അത് നമ്മുടെ ഫിസിക്കൽ ലുക്കിനെ മാത്രമേ ബാധിക്കൂ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മൾ കാണുന്ന സൗന്ദര്യം ജിമ്മിൽ പോയില്ലെങ്കിൽ കുറയും, അത്രേ ഉള്ളൂ. പക്ഷേ ആക്ച്വലി നമ്മൾ അനങ്ങാതെ ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ ശരിക്കുള്ള പ്രശ്നം എന്താണെന്ന് നമ്മൾ ആരും അറിയുന്നില്ല. ഞാൻ ഈ ഒരു വിഷയത്തെക്കുറിച്ച് കുറേ നാൾ അന്വേഷിച്ചിരുന്നു. എൻ്റെ മറ്റൊരു ചാനലിൽ ഡീറ്റെയിൽഡായിട്ടൊക്കെ മസിൽ വരുന്നതിനെക്കുറിച്ചും പ്രോട്ടീനെക്കുറിച്ചും വീഡിയോ ഇട്ടിരുന്നു. നമ്മൾ നമ്മുടെ സൗന്ദര്യം മാത്രമല്ല ജിമ്മിൽ പോകാതിരിക്കുന്നതിലൂടെ ഇല്ലാതാക്കുന്നത്. ഞാൻ ഈ ജിമ്മെന്ന് പറയുമ്പോൾ ഈ പറയുന്ന മൾട്ടി ജിമ്മിൽ നിങ്ങൾ പോയിട്ട് വലിയ വലിയ മെഷീനുകൾ ഉപയോഗിക്കുന്നത് മാത്രമല്ല, രാവിലെ എഴുന്നേറ്റ് ഓടുന്നതായാലും യോഗ ചെയ്യുന്നതായാലും അത്യാവശ്യം നല്ല പണിയെടുക്കുന്നതായാലും ഒക്കെ തന്നെ ഞാനതിനെ വർക്കൗട്ട് എന്ന വാക്കുകൊണ്ട് ഉപയോഗിക്കും. അപ്പോൾ ഈ വർക്കൗട്ട് ചെയ്യാതിരിക്കുമ്പോൾ ശരീരം മോശമാവുക മാത്രമല്ല ചെയ്യുന്നത്, അതിനേക്കാൾ വലിയൊരു സംഭവം നടക്കുന്നുണ്ട്. അത് ആരും ആലോചിക്കുന്നില്ല. നമ്മുടെ തലച്ചോറിൻ്റെ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ നശിപ്പിക്കുന്നത്. ഈ എക്സർസൈസ് എന്ന് പറയുന്ന വെറും സൗന്ദര്യം കൂട്ടാനുള്ളൊരു പരിപാടി മാത്രമായി കാണുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ബയോളജിക്കൽ സിസ്റ്റത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്ന് ഞാൻ പറയും. ഒട്ടും അനങ്ങാതെ വെറുതെ ഇരിക്കുന്ന ഓരോ ദിവസവും നമ്മൾ നമ്മുടെ ശരീരത്തെ വീക്കാക്കുകയാണ്, കൂടുതൽ പ്രായമുള്ളതാക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ നമ്മുടെ തലച്ചോറിൻ്റെ വലിപ്പം നമ്മൾ അനങ്ങാതിരിക്കുമ്പോൾ ചുരുങ്ങിക്കൊണ്ടിരിക്കും. സ്ട്രെസ്സ് താങ്ങാനുള്ള കഴിവ് നമ്മളെ തന്നെ ഇല്ലാതാക്കും. വലിയ വലിയ കാര്യങ്ങൾ ചിന്തിക്കാനും പ്രോസസ്സ് ചെയ്യാനുമുള്ള കപ്പാസിറ്റി ക്രമേണ വേണ്ട എന്ന് നമ്മുടെ തലച്ചോറ് തീരുമാനിച്ച് അതില്ലാതാകും. നിങ്ങളുടെ ഇമോഷണൽ കൺട്രോൾ പതുക്കെ പതുക്കെ ലോ ആകും. അങ്ങനെ ഭീകരമായിട്ടുള്ളൊരവസ്ഥ നമ്മളറിയാതെ ഗ്രാജുവലായി രൂപപ്പെടുന്ന ഒരു സ്റ്റേജാണ് ശരീരത്തിന് ഒട്ടും നമ്മൾ വർക്കൗട്ട് കൊടുക്കാതിരിക്കുക അല്ലെങ്കിൽ ബോഡിയുടെ എക്സ്ട്രീം കണ്ടീഷനിലേക്ക് വല്ലപ്പോഴെങ്കിലും ശരീരത്തെ കൊണ്ടുപോകാൻ ശ്രമിക്കാതിരിക്കുന്നതിലൂടെ ഉണ്ടാകുന്നത്. ഈ മോഡേൺ ലോകം നമ്മുടെ ഈ ക്ഷീണത്തെയും മടിയെയും അനങ്ങാനുള്ള ബുദ്ധിമുട്ടുമൊക്കെ നോക്കിയിട്ട് ഒരു ലേബൽ അങ്ങ് തരും. സൊസൈറ്റി പറയും നിങ്ങൾക്ക് തീരെ ഷേപ്പില്ല. എന്നിട്ട് അവർ പറയും നിങ്ങൾക്ക് നല്ലൊരു ഡയറ്റ് വേണം, അല്ലെങ്കിൽ കിടിലൻ വർക്കൗട്ട് പ്ലാൻ വേണം, 2 മാസം കൊണ്ട് നിങ്ങൾ നല്ല ബോഡി ആക്കി എടുക്കണം. അതുമല്ലെങ്കിൽ ശരീരത്തെ അങ്ങനെ അങ്ങ് ബുദ്ധിമുട്ടിച്ച് മാറ്റിയെടുക്കാൻ എന്തെങ്കിലും പണിഷ്മെൻറ്റ് ട്രെയിനിങ് ആണ് നിങ്ങൾക്ക് വേണ്ടത് എന്നൊക്കെ പറയും. എന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ഫുഡിന് നമ്മൾ കൊടുക്കുന്ന ഒരുതരം ശിക്ഷയാണ് ഈ ഒരു എക്സർസൈസ് അല്ലെങ്കിൽ വർക്കൗട്ട് എന്നാണ് സമൂഹം നമ്മളെ വിശ്വസിപ്പിച്ച് വെച്ചിരിക്കുന്നത്. എൻ്റെ ഫ്രണ്ട്സിനോട് സംസാരിക്കുമ്പോഴും ഞാൻ കുറച്ച് കാലം മുമ്പ് വരെ വിചാരിച്ചു വെച്ചിരുന്നതും ഇന്ന് കുറച്ച് ഷവർമയും അൽഫാമും വളരെയധികം ജങ്ക് ഫുഡ്സും ഫ്രൈഡ് ചിക്കനും ഒക്കെ വാരി വലിച്ച് കഴിക്കാം, ജിമ്മിൽ പോയി കഴിഞ്ഞാൽ ഞാനിതങ്ങ് കത്തിച്ച് കളയും, സോ വലിയ പ്രശ്നമില്ല, ബോഡി അതങ്ങ് എടുക്കില്ല. നമുക്ക് നല്ലൊരു ബോഡി ഉണ്ടാക്കാനുള്ള മോട്ടിവേഷൻ ഇല്ലാത്തതാണോ പ്രശ്നമെന്നാണ് നമ്മൾ ഈ സമയത്തൊക്കെ കരുതുന്നത്. അതായത് ജങ്ക് ഫുഡ് കഴിക്കുന്നു, സോ വർക്കൗട്ട് ചെയ്താൽ അത് പോവും, അതുകൊണ്ട് വർക്കൗട്ട് ചെയ്യാം. അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ വർക്കൗട്ടേ ചെയ്യുന്നില്ല. പക്ഷേ സംഭവം അതല്ല. നമുക്ക് സംഭവിച്ചിരിക്കുന്നത് വലിയൊരു ന്യൂറോളജിക്കൽ ഡെഫിസിറ്റാണ്. അതായത് തലച്ചോറിൻ്റെ ഒരു പ്രശ്നമാണ്, അല്ലാതെ നിങ്ങൾക്ക് ഫിറ്റ്നസ്സുമായിട്ട് യാതൊരു പ്രശ്നമുള്ളതുകൊണ്ടല്ല. നമ്മൾ നമ്മുടെ ബ്രെയിനിനെ ട്രെയിൻ ചെയ്ത് വച്ചിരിക്കുന്നത് എക്സസൈസ് എന്ന് പറഞ്ഞാൽ വെറുമൊരു ബോറൻ പണിയാണ്, അതൊരു കഷ്ടപ്പാടാണ് എന്ന രീതിയിലാണ്. അതൊരു ബയോളജിക്കൽ നെസസിറ്റിയാണ് എന്ന് നിങ്ങൾ അക്നോളജ് ചെയ്യുന്നില്ല. നമ്മുടെ മനുഷ്യൻ്റെ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള വർഷങ്ങൾ കൊണ്ട് പരിണമിച്ചുണ്ടായ ഒരു സാധനമാണ്. അതും ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ ശാരീരികമായിട്ടുള്ള അനക്കങ്ങളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും നമ്മൾ ഈ ലോകമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടിയാണ്. എന്നിട്ട് അത്രയും പവർഫുള്ളായൊരു സിസ്റ്റത്തെ ഒരിടത്ത് തന്നെ ഇങ്ങനെ അനക്കാതെ വർക്ക് ചെയ്യിക്കാനാണ് നമ്മൾ നോക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ വയറ് ചാടുന്നതല്ല ഇവിടുത്തെ മെയിൻ പ്രശ്നം, അത് പ്രശ്നങ്ങളിൽ ഒന്ന് മാത്രമാണ്. ശരീരം അനങ്ങാതിരിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറിന് ചുറ്റുപാടുകളെ മനസ്സിലാക്കാൻ പറ്റാത്തൊരു ഇഷ്യൂ ഉണ്ടാവുന്നു. അതിൻ്റെ അലാം സിസ്റ്റം തെറ്റായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും. സ്വന്തം കെമിക്കൽ ബാലൻസ് അറിയാൻ പറ്റാതെ തലച്ചോറ് വളരെയധികം ശ്വാസം മുട്ടുന്നു എന്നുള്ളതാണ് ആക്ച്വലി നമ്മൾ എക്സർസൈസ് ചെയ്യാതിരിക്കുമ്പോഴുള്ള യഥാർത്ഥ പ്രോബ്ലം. നമ്മളൊക്കെ പെട്ടുപോയിരിക്കുന്ന ഈ ഒരു വലിയ തട്ടിപ്പ് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം തന്നെ ഈ ഫിറ്റ്നസ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ നമ്മൾ മനസ്സിൽ നിന്നെടുത്ത് മാറ്റണം. അത് ഒരുപാട് കാര്യങ്ങളിൽ ഒന്ന് മാത്രമാണ്, അല്ലാതെ മെയിൻ ടാർഗറ്റ് അല്ല.
കണ്ണാടികളും ജിമ്മിലെ ആ ലൈറ്റും ബൈസെപ്സും ആപ്സും അളക്കുന്ന ആ പരിപാടിയൊക്കെ തൽക്കാലം നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റി വെച്ചിട്ട് നമ്മുടെ തലയോട്ടിക്കുള്ളിലുള്ള ആ പച്ചയായ ന്യൂറോ ബയോളജിയെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ തയ്യാറാവണം. ബീച്ചിലൂടെ നടക്കുമ്പോൾ കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടാകാൻ വേണ്ടിയല്ല, അല്ലെങ്കിൽ പാർക്കിലൂടെ നടക്കുമ്പോൾ ബാക്കിയുള്ളവർ ശ്രദ്ധിക്കാൻ വേണ്ടിയല്ല എവല്യൂഷൻ നമ്മുടെ ശരീരത്തെ ഡിസൈൻ ചെയ്തിരിക്കുന്ന. ഭീകരമായിട്ടുള്ള ഡേഞ്ചറസ് ആയ ഒരു ലോകത്ത് നമ്മൾ നമ്മുടെ തലച്ചോറിനൊരു ജീവനോടെ നിലനിർത്താൻ വേണ്ടി എന്തൊക്കെ കഷ്ടപ്പാട് ചെയ്യുമോ അങ്ങനെ കഷ്ടപ്പെടുമ്പോൾ നമ്മുടെ ശരീരം എത്തിച്ചേരുന്ന ഒരു സ്ട്രക്ചറാണ് ഈ പറയുന്ന ഫിറ്റ്നസ് എന്ന് പറയുന്നത്. അത് ആ ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോയ ആദിമ മനുഷ്യർക്കെല്ലാം അവർ നന്നായിട്ട് ഹണ്ട് ചെയ്യുകയും കഷ്ടപ്പെടുകയും ചെയ്തെങ്കിൽ നാച്ചുറലായിട്ട് അവർക്ക് ആ ബലിഷ്ഠമായ ശരീരം ഉണ്ടാവും. നൂറുകണക്കിനായിരം വർഷങ്ങൾക്ക് മുമ്പ് ശാരീരികമായിട്ടുള്ള അധ്വാനം എന്ന് പറയുന്നത് മനുഷ്യർക്കൊരു ചോയ്സ് അല്ല. ഒരാൾക്ക് ജീവിക്കണമെങ്കിൽ അതൊരു അത്യാവശ്യമായിട്ടുള്ള സാധനമാണ്. അന്നൊരു മനുഷ്യൻ ശരീരം അനക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവൻ ഒന്നുകിൽ വേട്ടയാടി ഭക്ഷണം തേടുകയാണ്, അല്ലെങ്കിൽ അവൻ കൃഷി ചെയ്യുകയാണ്, അതുമല്ലെങ്കിൽ എന്തെങ്കിലും അപകടത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് എന്നാണ്. ഈ ഒരു വലിയ യാഥാർത്ഥ്യം കാരണം മനുഷ്യൻ്റെ തലച്ചോറ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തകളെയും വികാരങ്ങളെയും ഒക്കെ ഈ ശാരീരികമായിട്ടുള്ള അനക്കം അഥവാ ഫിസിക്കൽ ലോക്കോമോഷനുമായിട്ട് കണക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ലോകത്ത് ഇടപഴകുന്നുണ്ട്, നമ്മൾ ജീവിച്ചിരിക്കുന്നുണ്ട്, നിങ്ങൾ പൊരുതുന്നുണ്ട് എന്ന് നിങ്ങളുടെ ശരീരം തലച്ചോറിനെ അറിയിക്കുന്ന ഭാഷയാണ് മൂവ്മെൻറ്റ് അഥവാ ശരീരം അനക്കുക എന്ന് പറയുന്നത്. അത് ഈ കൈയനക്കൽ മാത്രമല്ല, കഷ്ടപ്പെടുക എന്ന് പറയുന്നത്. ദിവസവും 12 മണിക്കൂറോളം ഒരേ കസേരയിൽ ഇരുന്ന് മുന്നിലിരിക്കുന്ന സ്ക്രീനിലേക്ക് നോക്കി ഇമെയിലും ന്യൂസും സോഷ്യൽ മീഡിയയും തരുന്ന ആ ഒരു സൈക്കോളജിക്കൽ സ്ട്രെസ്സ് മുഴുവൻ നിങ്ങളിങ്ങനെ അബ്സോർബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് ആകെ കൺഫ്യൂഷനിലാണ്. എന്തോ ഒരു ഡേഞ്ചർ വരുന്നുണ്ട് എന്നുള്ളൊരു സൈക്കോളജിക്കൽ സിഗ്നൽ ബ്രെയിനിന് കിട്ടുന്നുണ്ട്. അതായത് കോർട്ടിസോളും അഡ്രിനാലിനും ഒക്കെ കൂടും. പക്ഷേ അതനുസരിച്ചുള്ളൊരു ഫിസിക്കലായിട്ടുള്ള മൂവ്മെൻറ്റും ശരീരത്തിൽ നടക്കുന്നില്ല. പണ്ട് കാലങ്ങളിൽ മനുഷ്യൻ്റെ പൂർവികർ കാട്ടിലായിരുന്നപ്പോൾ കോർട്ടിസോൾ കൂടിയാൽ ഉടനെ നമ്മൾ ജീവനും കൊണ്ടോടും. ആ ഓട്ടത്തിലൂടെ ശരീരത്തിൻ്റെ സ്ട്രെസ് ഹോർമോൺ മുഴുവൻ എനർജിയായിട്ട് കൺവേർട്ടായിട്ട് അതില്ലാതായി പോകും. പക്ഷേ ഇന്നത്തെ നമ്മുടെ മോഡേൺ ലൈഫിൽ കോർട്ടിസോൾ വന്ന് ശരീരമാസകലം നിറയുമ്പോൾ നമ്മൾ അവിടെ തന്നെ ഇരിക്കുകയാണ്. നമ്മുടെ ഓഫീസിലെ കസേരയിൽ വെറുതെ ഇരിക്കുന്നു, കാറിലിരിക്കുന്നു, വീട്ടിലെ സോഫയിലിരിക്കുന്നു. ഇത് നമ്മുടെ ശരീരത്തിൽ ക്രോണിക് അലോസ്റ്റാറ്റിക് ലോഡ് എന്ന് പറയുന്ന വലിയൊരു ഇഷ്യൂ ഉണ്ടാക്കും. നമ്മുടെ നെർവസ് സിസ്റ്റം ഫുൾ ടൈം ആക്റ്റീവ് ആയിരിക്കും, പക്ഷേ എനർജി യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ കത്തിച്ച് കളയാൻ ഒരു വഴിയുമില്ല. അപ്പോൾ തലച്ചോറിന് തോന്നും നമ്മൾ എവിടെയോ ട്രാപ്പായി കിടക്കുന്നു, ബട്ട് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. അങ്ങനെ നമ്മൾ പതുക്കെ പതുക്കെ മരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് തെറ്റിദ്ധരിക്കും. ഇവിടെയാണ് നമ്മുടെ തലച്ചോറിനെ നിയന്ത്രിക്കുന്ന ഒന്നാമത്തെ ഹിഡൻ മെക്കാനിസത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. അതിന് നമുക്ക് വോളണ്ടറിലി ഇൻഡ്യൂസ്ഡ് സ്ട്രെസ് ഇനോക്യുലേഷൻ എന്ന് വിളിക്കാം. അതായത് നമ്മൾ സ്വന്തം ഇഷ്ടപ്രകാരം ശരീരത്തിന് കൊടുക്കുന്നൊരു സ്ട്രെസ് ഉണ്ട്. നമ്മൾ ഹെവി ആയിട്ട് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഹാർട്ട് റേറ്റ് മിനിറ്റിൽ ഒരു 160 ഒക്കെ ആകും. അപ്പോൾ ശ്വാസം കിട്ടാതെ ലങ്സ് വല്ലാതെ കഷ്ടപ്പെടും. ലാക്റ്റിക് ആസിഡ് കാരണം മസിലുകളിൽ വേദന എടുക്കും. ഈ ടൈം നമ്മുടെ ബ്രെയിൻ ശരിക്കും ഒരു ജീവൻ മരണ പോരാട്ടത്തിൻ്റെ സിമുലേഷനിലേക്ക് കടക്കും. മേ ബി ഒരു കാട്ടുപോത്തിൻ്റെ മുന്നിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്ന ഒരു ഫീലായിരിക്കും അപ്പോൾ കിട്ടുക. ഹെവി ആയിട്ട് സ്ക്വാറ്റ്സ് ചെയ്യുമ്പോഴോ സ്പ്രിൻറ്റ് ചെയ്യുമ്പോഴോ നിങ്ങളുടെ ബ്രെയിനിൻ്റെ അമിഗ്ഡാലയ്ക്ക് ഫീൽ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വയം നമ്മുടെ നെർവസ് സിസ്റ്റത്തെ ഭയങ്കരമായിട്ടുള്ളൊരു പാനിക് സ്റ്റേജിലേക്ക് തള്ളിയിടുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഒരു സൈക്കോളജിക്കൽ ട്വിസ്റ്റ് ഉണ്ട്. ഈ ഒരു പാനിക്കായിട്ടുള്ള സിറ്റുവേഷൻ നമ്മൾ തന്നെ വിചാരിച്ച് ഉണ്ടാക്കിയതാണ്. മാത്രമല്ല അതിൽ നിന്ന് നിങ്ങൾ സേഫായിട്ട് നോർമൽ അവസ്ഥയിലേക്ക് തിരിച്ചു വരികയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിന് ത്രെറ്റ് ഡിറ്റക്ഷൻ സിസ്റ്റത്തെ കൂടുതൽ റീകാലിബ്രേറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കിട്ടും. അതായത് ഹാർട്ട് റേറ്റ് കൂടുന്നതും ശ്വാസം മുട്ടുന്നതും മരിക്കാൻ പോകുന്നത് കൊണ്ടല്ല എന്ന് നമ്മൾ നമ്മുടെ തലച്ചോറിൻ്റെ അമിഗ്ഡാലയെ പഠിപ്പിക്കുന്നു. ടെൻഷൻ വരുമ്പോൾ പാനിക് ആവാതിരിക്കാനുള്ളൊരു വാക്സിനേഷനാണ് ശരീരത്തിന് നിങ്ങൾ നിരന്തരം ഇങ്ങനെ കുത്തിവെച്ച് റെഡിയാക്കുന്നത്. ജീവിതത്തിൽ ഒരിക്കലും എക്സസൈസ് ചെയ്യാത്ത ഒരാളുടെ അമിഗ്ഡാല ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും. ബോസ് ചെറിയൊരു ദേഷ്യത്തിൽ ഇമെയിൽ അയക്കുമ്പോൾ ഇവരുടെ നെഞ്ചെടുപ്പ് കൂടും. ശരീരത്തിൽ സ്ട്രെസ്സ് വന്നാൽ എന്ത് ചെയ്യണമെന്ന് ബ്രെയിനിന് പ്രാക്ടീസ് ഇല്ല. സോ ആ ഒരു ചെറിയ നെഞ്ചെടുപ്പ് കൂടുമ്പോൾ ബ്രെയിൻ വിചാരിക്കും എന്തോ ദുരന്തം വരുന്നുവെന്ന്. അങ്ങനെ വലിയ ആങ്സൈറ്റിയിലേക്ക് വീഴും. അപ്പോൾ എക്സസൈസ് എന്ന് പറയുന്നത് മസിൽ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല. സാധാരണ ലൈഫിലുണ്ടാകുന്ന ടെൻഷനുകൾ നിങ്ങളെ തളർത്താതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം നമ്മൾ പാനിക് അനുഭവിച്ച് പ്രാക്ടീസ് ചെയ്യുന്നതാണ് വർക്കൗട്ട്. സോ ഇതിനിടയ്ക്ക് ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു, ആങ്സൈറ്റി, പാനിക്കൊക്കെ പോലെയുള്ള. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള കൺസേൺസ് ഉണ്ട്. നമ്മുടെ ഹാബിറ്റുമായിട്ട് ബന്ധപ്പെട്ട് പേഴ്സണൽ ലൈഫ്, കരിയർ, ഇത്തരം വിഷയങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ളൊരു കോൺവെർസേഷൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ ഒരു എക്സ്പേർട്ട് ടീം നിങ്ങളുടെ കാര്യങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് സൊല്യൂഷൻസ് തരാൻ പറ്റുമോ ഇല്ലയോ എന്ന് ഡിസൈഡ് ചെയ്യുന്ന കുറച്ച് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എൻ്റെ നേതൃത്വത്തിൽ.
അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ട്രസ്റ്റഡ് ആയിട്ടുള്ള രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നോക്കിയിട്ട് ഞങ്ങളുടെ സർവീസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എങ്കിൽ ഫർദർ നമ്മുടെ കമ്മ്യൂണിറ്റിയിലോ 1-to-1 മെൻറ്ററിങ്ങിലോ ഒക്കെ തന്നെ ജോയിൻ ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ ഉണ്ട് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഒരുവിധം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്ന ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. നിലവിലൊരു 10-200ഓളം പേര് ഞങ്ങളുമായിട്ട് സംസാരിക്കുന്നുണ്ട്. കുറേ പേർക്കൊക്കെ തന്നെ യൂസ്ഫുള്ളായി മാറുന്നു എന്ന് പറഞ്ഞതുകൊണ്ടും അവർ കണ്ടിന്യൂ ചെയ്യാനായിട്ട് സജസ്റ്റ് ചെയ്തതുകൊണ്ടുമാണ് ഞാനിത് എടുത്തു പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെയുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൺസേൺസ് അറിയിക്കാനായിട്ട് താഴെ ഒരു വാട്സപ്പ് ചാറ്റ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് സംസാരിക്കാം. അതിനുശേഷം നിങ്ങൾക്കൊരു പെയ്ഡ് സർവീസ് ആവശ്യമുണ്ട് എങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. ജസ്റ്റ് ഞാനൊന്ന് റിമൈൻഡ് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും വിഷയത്തിലേക്ക് വരാം. ഈ സ്ട്രെസ്സ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി മാത്രമല്ല നമ്മൾ നമ്മുടെ ബ്രെയിനിനെ എക്സർസൈസിലൂടെ ആശ്രയിക്കുന്നത്. തലച്ചോറിൻ്റെ എക്സിസ്റ്റൻസ് തന്നെ മൂവ്മെൻറ്റിലൂടെയാണ്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട മെക്കാനിസം. ബ്രെയിൻ ഡിറൈവ്ഡ് ന്യൂറോട്രോഫിക് ഫാക്ടർ അഥവാ BDNF എന്ന് പറയുന്ന പ്രോട്ടീനിൻ്റെ പ്രൊഡക്ഷൻ. ന്യൂറോ സയൻറ്റിസ്റ്റായിട്ടുള്ള ജോൺ റേറ്റി ഇതിനെ വിളിച്ചത് ബ്രെയിനിൻ്റെ മിറാക്കിൾ ഗ്രോ എന്നാണ്. നമ്മുടെ തലച്ചോറിലെ നിലവിലുള്ള ന്യൂറോണുകളെ ഹെൽത്തി ആയിട്ട് നിലനിർത്താനും പുതിയ ന്യൂറൽ പാത്വേസുകൾ ന്യൂറോജെനസിസ് ഉണ്ടാക്കാനും സഹായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോട്ടീനാണിത്. പുതിയ കാര്യങ്ങൾ പഠിക്കാനും സിറ്റുവേഷൻസുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാനും നമ്മുടെ ഐഡൻറ്റിറ്റി തന്നെ മാറ്റാനും സഹായിക്കുന്ന ന്യൂറോപ്ലാസ്റ്റിസിറ്റിയുടെ ബയോളജിക്കൽ ബേസിസ് ആണിത്. നമ്മൾ അനങ്ങാതിരിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയോ? ഈ BDNFൻ്റെ ലെവൽ താഴേക്ക് പോകും. നിങ്ങളുടെ തലച്ചോറ് ശരിക്കും റിജിഡാവും. കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവ് കുറയും. ഒരേ നെഗറ്റീവ് ചിന്തകളിൽ നിങ്ങൾ കുടുങ്ങിക്കിടക്കും. മോശം ശീലങ്ങൾ മാറ്റാനും പറ്റില്ല. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഭയങ്കര പാടായിരിക്കും. ഇതിനൊക്കെ എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് എന്നോട് ചോദിച്ചാൽ ഡോക്ടർ ആർതർ ക്രാമറും ഇല്ലിനോയ് യൂണിവേഴ്സിറ്റിയിലെ അദ്ദേഹത്തിൻ്റെ ടീമും നടത്തിയ ഒരു പഠനമാണ് എനിക്ക് നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കാനുള്ളത്. പ്രായമായ ആളുകളിൽ എയ്റോബിക് എക്സർസൈസ് തലച്ചോറിൽ എന്ത് മാറ്റമാണ് ഉണ്ടാക്കുന്നത് എന്നതിനെക്കുറിച്ച് അവരൊരു വലിയ ന്യൂറോ ഇമേജിംഗ് സ്റ്റഡി നടത്തിയിരുന്നു. ആളുകളെ കൊണ്ട് വലിയ ഡയറ്റ് എടുപ്പിക്കുകയോ വലിയ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യിപ്പിക്കുകയോ ഒന്നും അല്ല അവർ ചെയ്തത്. വെറും ഒരു സാധാരണ എയ്റോബിക് വാക്കിംഗ് മാത്രമാണ് നിരന്തരം ചെയ്യിച്ചത്. എന്നിട്ട് fMRI സ്കാൻ വെച്ച് നോക്കിയപ്പോൾ ഒരു റിസൾട്ട് ഉണ്ടായി. ആ റിസൾട്ട് അവരെ ഞെട്ടിച്ചിരുന്നു. കൃത്യമായിട്ട് സ്ഥിരം നടക്കുന്ന ആളുകളുടെ തലച്ചോറിൻ്റെ ഹിപ്പോ ക്യാമ്പസ് എന്ന് പറയുന്ന ഭാഗം, അതായത് ഓർമ്മയും പഠനവും ഒക്കെ നിയന്ത്രിക്കുന്ന ഭാഗം ശരാശരി 2% കൂടി. ന്യൂറോബയോളജിക്കൽ വേൾഡിൽ ഇതൊരു ചെറിയ കാര്യമല്ല കേട്ടോ. തലച്ചോറിലെ കോശങ്ങൾ ഇങ്ങനെ വളരുന്നത് കാരണം പ്രായമുണ്ടാകുന്നതിൻ്റെ റേറ്റ് കുറയുന്നുണ്ട്. അതായത് ബ്രെയിനിൻ്റെ തേയ്മാനം 1-2 വർഷം പുറകോട്ട് പോകുമെന്ന് മനസ്സിലാക്കി. അതായത് കുറച്ചുകൂടെ ചെറുപ്പം കിട്ടി. എക്സസൈസ് തലച്ചോറിനെ സംരക്ഷിക്കുക മാത്രമല്ല, അത് ശരിക്കും നമ്മുടെ ബ്രെയിനിനെ വലുതാക്കുക കൂടി ചെയ്യുന്നുണ്ടെന്നാണ് ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് 6 പാക്ക് ഒന്നും വേണ്ട എന്ന് വെച്ച് നിങ്ങൾ വർക്കൗട്ട് സ്കിപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ശരിക്കും മെയിൻ പോയിൻ്റാണ് ഇവിടെ മിസ് ചെയ്യുന്നത്. നിങ്ങളുടെ ഹിപ്പോ ക്യാമ്പസിന് വളരാൻ വേണ്ട ബയോളജിക്കൽ ഫെർട്ടിലൈസർ നമ്മൾ ഇല്ലാണ്ടാക്കുകയാണ്. ശരീര സൗന്ദര്യത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ച് നിങ്ങളുടെ സ്വന്തം ബുദ്ധിശക്തി നശിപ്പിക്കുക എന്ന് പറയുന്ന പ്രോസസ്സിലേക്ക് പോവരുത്. ഇനി തേർഡ് മെക്കാനിസമാണ് ഇൻട്രോസെപ്റ്റീവ് കാലിബ്രേഷൻ. ഇൻട്രോസെപ്ഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ, അതായത് ഹാർട്ട് ബീറ്റ്, ദഹനം, ശ്വാസോച്ഛ്വാസം, ഇതിനെയൊക്കെ കൃത്യമായി തലച്ചോറ് മനസ്സിലാക്കുന്ന ഒരു പ്രോസസ്സാണ്. നമ്മുടെ ശരീരത്തിനുള്ളിലെ ഒരു മാപ്പാണ്, ഒരു സെൻസറി മാപ്പാണിത്. നല്ല ആക്റ്റീവായിട്ടുള്ള ഒരാളുടെ ശരീരത്തിൽ ഈ മാപ്പ് ഭയങ്കര ഷാർപ്പായിരിക്കും. അവരുടെ ഹാർട്ട് ബീറ്റ് കൂടുമ്പോൾ അതൊരു നോർമൽ ബയോളജിക്കൽ ചേഞ്ച് മാത്രമാണ് എന്ന് ബ്രെയിനിന് കൃത്യമായി മനസ്സിലാവും. പക്ഷേ ഒരനക്കവുമില്ലാതെ ഒരിടത്ത് തന്നെ ഇരിക്കുന്ന ഒരാളാണ് എങ്കിൽ ഈ ഒരു ഇൻട്രോസെപ്റ്റീവ് മാപ്പ് ഭയങ്കര ബ്ലറായിരിക്കും. ശരീരത്തിൻ്റെ സിഗ്നലുകളെ കൃത്യമായി പിടിച്ചെടുക്കാൻ ബ്രെയിനിനും പറ്റില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് ചെറിയൊരു ദഹനക്കേട് കാരണം നെഞ്ചിലൊരു ഭാരം തോന്നിയാലോ അല്ലെങ്കിൽ ഒരു കാപ്പി കുടിച്ചിട്ട് നെഞ്ചിടിപ്പ് ഒന്ന് കൂടിയാലോ ബ്രെയിനിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അത് പെട്ടെന്ന് പാനിക്കാവും. സാധാരണ ശരീരത്തിൽ നടക്കുന്ന ചെറിയ കാര്യങ്ങളെപ്പോലും ബ്രെയിനിൽ വലിയ മെഡിക്കൽ എമർജൻസി എന്നോ സൈക്കോളജിക്കൽ പ്രോബ്ലമായിട്ടോ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യും. സോ ഇന്നത്തെ കാലത്ത് കാണുന്ന പകുതിയിലധികം ആങ്സൈറ്റിയും ഹൈപ്പോകോൺട്രിയ, അതായത് അസുഖം വരുമോ എന്നുള്ള പേടിയും ഒക്കെ തന്നെ പലപ്പോഴും സൈക്കോളജിക്കൽ ഡിസോർഡർ അല്ല, പകരം ഈ പറയുന്ന ഇൻട്രോസെപ്റ്റീവ് ഫെയിലിയർ ആണ് എന്ന് പറയാറുണ്ട്. നമ്മുടെ ശരീരവും തലച്ചോറും തമ്മിലുള്ള കണക്ഷൻ പോയത് കൊണ്ടുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, എല്ലാമൊന്നുമല്ല, ചില സാഹചര്യത്തിൽ നല്ല ഹെവി ആയിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ തലച്ചോറിന് ഈ സിഗ്നലുകളൊക്കെ കൃത്യമായിട്ട് മാപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. തലച്ചോറിലെ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സും മറ്റ് അവയവങ്ങളും തമ്മിലുള്ള സംസാരം മീൻസ് കമ്മ്യൂണിക്കേഷൻ അത് ക്ലിയർ ആക്കും. അപ്പോൾ മനസ്സിലായോ? നല്ല ഡ്രസ്സ് ഇടുമ്പോൾ ഭംഗി തോന്നാനല്ല നമ്മൾ എക്സസൈസ് ചെയ്യേണ്ടത്. സ്വന്തം നെഞ്ചിനുള്ളിൽ നിന്ന് വരുന്ന സിഗ്നലുകളെ കണ്ട് ബ്രെയിൻ വെറുതെ പേടിക്കാണ്ടിരിക്കാനാണ്. സോ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം.
ഇതൊക്കെ കേട്ടിട്ട് ഞാനൊന്നും ചെയ്തില്ലല്ലോ എന്നോർത്ത് കുറ്റബോധം തോന്നേണ്ട കാര്യമൊന്നുമില്ല. ഇതൊരിക്കലും നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ളൊരു പ്രോബ്ലമോ പരാജയമൊന്നുമല്ല. നിങ്ങളുടെ ന്യൂറോ ബയോളജി നശിപ്പിക്കണമെന്ന് നിങ്ങൾ ഒരിക്കലും തീരുമാനിക്കില്ലല്ലോ. മനുഷ്യന് ജീവിക്കാൻ അത്യാവശ്യമായ എക്സസൈസ് എന്ന് പറയുന്ന പരിപാടിയെ ഒരുതരം സൗന്ദര്യത്തിൻ്റെ അളവുകോലായിട്ടും അതിൻ്റെ ഭക്ഷണക്രമവുമായിട്ടും ഇൻ്റർപ്രറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് നിങ്ങൾ അതെടുക്കണം, ഇതെടുക്കണം, ഇന്ന പ്രോട്ടീൻ കഴിക്കണം എന്നൊക്കെ പറയുന്ന വലിയൊരു ഇൻഡസ്ട്രി നമ്മുടെ സമൂഹത്തിലുണ്ട്. പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ബോഡി ബിൽഡിങ്ങിന് വേണ്ടി യുവജനങ്ങളെ വഴിതെറ്റിക്കുന്ന സയൻറ്റിഫിക് അല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പറയുന്ന ഒരു സൊസൈറ്റി വളർന്നു വരുന്നുണ്ട്. അപ്പോൾ ഒരു സയൻറ്റിഫിക്കൽ മൈൻഡ് സെറ്റ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ നമ്മൾ ഇത്തരം കെണികളിൽ ചെന്ന് വീഴും. ഇപ്പോൾ സയൻറ്റിഫിക് മൈൻഡ് സെറ്റ് എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നതിനെക്കുറിച്ച് ഞാനൊരു കോഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇൻ കേസ് ഇത്തരം കാര്യങ്ങളിൽ നിങ്ങൾ എങ്ങനെ എസ്കേപ്പ് ചെയ്യണം, സേഫായിട്ടിരിക്കണം എന്ന് അറിയണമെങ്കിൽ എൻ്റെ കോഴ്സിൽ ജോയിൻ ചെയ്താൽ മതി. താഴെ കൊടുത്തിട്ടുണ്ട്. നിർബന്ധിക്കുന്നില്ല, ഞാൻ മെൻഷൻ ചെയ്തതേ ഉള്ളൂ. സോ ഈ പറയുന്ന ഫിറ്റ്നസ് ഇൻഡസ്ട്രി മാനിപ്പുലേറ്റ് ചെയ്യുന്നത് കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങിലൂടെയാണ്. ഇന്നത്തെ മോഡേൺ ഫിറ്റ്നസ് ഇൻഡസ്ട്രി വിൽക്കുന്നത് മനുഷ്യൻ്റെ മെൻ്റൽ പവറല്ല, അവർ വിൽക്കുന്നത് നമ്മുടെ ഇൻസെക്യൂരിറ്റീസിനെയാണ്. സർവൈവ് ചെയ്യാനും സന്തോഷിക്കാനും മെൻ്റൽ ക്ലാരിറ്റി കിട്ടാനും വേണ്ടിയുള്ളൊരു മൂവ്മെൻറ്റിനെ അവർ മാറ്റിയിട്ട് നമ്മുടെ ബോഡിയെക്കുറിച്ചുള്ള നാണക്കേടുമായിട്ടും ബോഡി ഷെയ്മിങ്ങുമായിട്ടും കണക്ട് ചെയ്തു. സോ അത്യാവശ്യം വണ്ണമുള്ളൊരു വ്യക്തിക്ക് അയാൾ എക്സസൈസ് ചെയ്യാത്തത് കൊണ്ടാണ് വണ്ണം വെച്ചത് എന്ന് പറഞ്ഞ് അതിനെ ഷെയ്പ്പാക്കാനാണ് നോക്കുന്നത്. അയാളുടെ മെൻ്റൽ ഹെൽത്തോ ബ്രെയിനിൻ്റെ കണക്ടിവിറ്റിയോ മനസമാധാനമുള്ള ശരീരവും മനസ്സും ഉണ്ടോ എന്നൊന്നും അല്ല ആരും നോക്കുന്നത്. നമ്മൾ ചെറുപ്പമായിരുന്നപ്പോൾ തൊട്ട് കാണുന്ന ചില കാര്യങ്ങളുണ്ട്. ഭയങ്കരമായിട്ട് എഡിറ്റ് ചെയ്ത ജീനുകളിൽ തന്നെ വ്യത്യാസമുള്ള ചില ആളുകളുടെ ബോഡി കണ്ടിട്ട് ഇതാണ് പെർഫെക്റ്റ് ബോഡി, ഇതിന് വേണ്ടിയാണ് എക്സസൈസ് ചെയ്യേണ്ടത് എന്ന് പലരും പറയും. എത്ര കലോറി കുറച്ചു, ബൈസെപ്സിന് എത്ര ഇഞ്ച് വലിപ്പമുണ്ട് എന്നതൊക്കെയാണ് വർക്കൗട്ടിൻ്റെ കണക്ക് എന്ന് പലരും പഠിപ്പിക്കുന്നുണ്ട്. കുറേ കണ്ണാടികളും ഫ്ലോറസെൻ്റ് ലൈറ്റുകളും വലിയ വലിയ മെഷീനുകളുമുള്ള റൂമിൽ നമ്മളെ കൊണ്ടുപോയി നിർത്തിയിട്ട് നമ്മൾ ഒന്നിനും കൊള്ളാത്തവരാണ് എന്നുള്ള തോന്നലാണ് ഇന്നത്തെ ഇൻഡസ്ട്രി ഉണ്ടാക്കുന്നത്. സ്വാഭാവികമായിട്ടും അങ്ങനെയാണെങ്കിൽ ജിമ്മിൽ പോകാൻ വെറുപ്പ് വരും, നിങ്ങളത് ചെയ്യാതിരിക്കും. നമ്മുടെ ബ്രെയിൻ ഭയങ്കര എഫിഷ്യൻ്റ് ആണ്. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ സൊസൈറ്റി ഉണ്ടാക്കി വെച്ച ഫേക്ക് ബ്യൂട്ടിക്ക് വേണ്ടി വെറുതെ എനർജി കളയണ്ട എന്ന് നമ്മൾ ചിന്തിക്കും. കഴിച്ച ഫുഡിന് കൊടുക്കുന്ന പണിഷ്മെൻ്റ് ആയിട്ടോ ഫോട്ടോയിൽ കുറച്ച് ഭംഗി തോന്നാൻ വേണ്ടിയിട്ടോ കഷ്ടപ്പാടായിട്ടോ മാത്രം വർക്കൗട്ടിനെ കാണാതെ നമ്മുടെ ബയോളജിക്കൽ ഇൻട്രസ്റ്റിനെ നിലനിർത്താനും ശരീര അധ്വാനം എന്നതിൻ്റെ അർത്ഥം കൃത്യമായിട്ട് മാറ്റാനും നമ്മൾ ശ്രമിക്കണം. അല്ലാതെ ഈ പറയുന്ന സൊസൈറ്റി ഉണ്ടാക്കിയ മെട്രിക്സ് പെട്ടുപോകരുത്. സോ ഇവിടെയാണ് നമ്മുടെ ഐഡൻറ്റിറ്റി തന്നെ മാറുക എന്ന് ഞാൻ പറയുന്നത്. സ്വന്തം മടിയെക്കുറിച്ച് നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചിന്തകളെ അപ്പാടെ പൊളിച്ചെഴുതാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഡിസിപ്ലിൻ ഇല്ലാത്തത് കൊണ്ടല്ല, ഒരു ഫ്ലോഡായ സിസ്റ്റത്തിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ജിമ്മിൽ പോകാനോ രാവിലെ കുറച്ച് കിലോമീറ്റർ ഓടാനോ അത്യാവശ്യം നല്ല രീതിയിൽ കഷ്ടപ്പെടാനോ ശരീരം അനക്കാനോ ഒക്കെ മടിയുള്ള ഒരാളല്ല നിങ്ങൾ. നിങ്ങളും ഞാനുമൊക്കെ ഒരു തെറ്റായ സിസ്റ്റത്തിൽ പെട്ടുപോയതാണ്. ലുക്കിന് വേണ്ടി മാത്രം വർക്കൗട്ട് ചെയ്യുന്ന പരിപാടിയോട് താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മളത് ഉപേക്ഷിച്ചു. പക്ഷേ നിർഭാഗ്യവശാൽ ബയോളജിക്കലി ശരീരത്തിന് വേണ്ട ഒരു പ്രധാന കാര്യമാണ് നമ്മൾ കളഞ്ഞത്. അതുകൊണ്ട് ഒരു ഫെയിലായ അത്ലറ്റായിട്ടോ ഡയറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരാളായിട്ടോ സ്വന്തമായി കുറ്റപ്പെടുത്തുന്നത് നിർത്തുക. ഫിറ്റ്നസ്, വെയിറ്റ് ലോസ്, സിക്സ് പാക്ക് എന്നൊക്കെയുള്ള വാക്കുകൾ തൽക്കാലം ഇത് തുടങ്ങാൻ വേണ്ട. എന്നിട്ട് റിയലൈസ് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ തന്നെ നെർവസ് സിസ്റ്റത്തിൻ്റെ ആർക്കിടെക്റ്റാണ്. ഇതിൻ്റെ ഒരു ഇമോഷണൽ റിയാലിറ്റി നമ്മൾ ശരിക്കും ഫീൽ ചെയ്യണം. നിങ്ങളുടെ ഡെയിലി ലൈഫിലെ പ്രശ്നങ്ങളിലേക്കൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ മതി. ഉച്ചയാകുമ്പോൾ തലച്ചോറിനുണ്ടാകുന്ന ഒരു മങ്ങൽ, ഒരു ബ്രെയിൻ ഫോഗുണ്ട്. പ്ലാനുകൾ കുറച്ചൊക്കെ മാറുമ്പോൾ ഉണ്ടാകുന്ന അനാവശ്യമായ ദേഷ്യമുണ്ട്. രാത്രി കിടക്കുമ്പോൾ നെഞ്ചിൽ ഫീൽ ചെയ്യുന്ന ചെറിയൊരു ആങ്സൈറ്റി ഉണ്ട്. ഇതൊക്കെ മാറ്റാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പ്രൊഡക്ടിവിറ്റി ഹാക്സ്, മെഡിറ്റേഷൻ ആപ്സ്, കൃത്യമായിട്ടുള്ള ലേണിംഗ് റൂട്ടീൻ, ഓക്കെ, അതൊക്കെ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കും. പക്ഷേ എന്ന് വെച്ചാൽ ഹാർഡ്വെയറിൻ്റെ പ്രശ്നത്തെ നമ്മൾ സോഫ്റ്റ്വെയർ വെച്ച് ശരിയാക്കാൻ നോക്കുകയാണ്. നമ്മുടെ ശരീരം ശരിയായിട്ട് വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ നമ്മുടെ ശരീരത്തെ അനക്കണം. അത്യാവശ്യമായിട്ടുള്ള നെർവസ് സിസ്റ്റത്തോട് നമ്മൾ വെറുതെ നെഗോഷിയേറ്റ് ചെയ്യാൻ നിൽക്കരുത്, വർക്കൗട്ട് ചെയ്യണം. ശാരീരികമായിട്ട് ഇത്രയധികം സൗകര്യമുള്ള എന്നാൽ മാനസികമായിട്ട് ഇത്രയധികം തകർന്ന മറ്റൊരു കാലഘട്ടം നമുക്കുണ്ടായിട്ടില്ല. ഫിസിക്കലായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും നമ്മൾ മാറ്റിയെടുത്തു. നടക്കേണ്ടതിന് വരെ വണ്ടി വന്നു, ടെമ്പറേച്ചർ മാറ്റാൻ AC വന്നു, ഭക്ഷണം തേടേണ്ടതിന് വരെ ഡെലിവറി ആപ്പുണ്ട്. യെസ്, അതൊക്കെ സൗകര്യമാണ്. പക്ഷേ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്തൊരു ലോകം നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മളെ അത് ഭ്രാന്ത് പിടിപ്പിക്കുന്നു എന്നൊരു പ്രശ്നമുണ്ട്. ലക്ഷക്കണക്കിന് ആളുകളാണ് ചുരുങ്ങിപ്പോയ ഹിപ്പോ ക്യാമ്പസും ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള അമിഗ്ഡാലയുമായിട്ട് നടക്കുന്നത്. സോഷ്യൽ മീഡിയ കാരണം അവരുടെ ഡോപ്പമിൻ ലെവൽ മൊത്തത്തിൽ കൊളാപ്സ്ഡാണ്. സ്വന്തം ശരീരത്തെക്കുറിച്ച് യാതൊരു ബോധവുമില്ലാത്ത വെറും തലകൾ മാത്രമായി നമ്മൾ മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്ന വെറും ഒരു ജിം മെമ്പർഷിപ്പ് എടുത്തതുകൊണ്ടോ കലോറി ട്രാക്ക് ചെയ്യുന്നൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്തതുകൊണ്ടോ വെക്കേഷന് പോകുന്നതിന് മുമ്പ് കുറച്ച് വണ്ണം കുറയ്ക്കാമെന്ന് വിചാരിച്ചോ ഈ പ്രശ്നം തീർക്കാൻ പറ്റില്ല. ഇതൊക്കെ നിങ്ങളെ ഈ അവസ്ഥയിലെത്തിച്ച ആ ഫ്ലോഡ് സിസ്റ്റത്തിൻ്റെ ട്രാപ്പാണ്. ഫിറ്റ്നസ് എന്ന് പറയുന്ന പഴയ കൺസെപ്റ്റ് ഉപേക്ഷിച്ച് കൃത്യമായൊരു എംപവേർഡ് സിസ്റ്റം സൊല്യൂഷനിലേക്ക് നിങ്ങൾ വരണം. വർക്കൗട്ടിനെ കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് തന്നെ മാറ്റിമറിക്കുന്ന ഒരു ഫ്രെയിം വർക്ക് നിങ്ങൾ അഡോപ്റ്റ് ചെയ്യണം. ഇതിനായിട്ട് നമ്മൾ കൊഗ്നിറ്റീവ് കാലിബ്രേഷൻ ഫ്രെയിം വർക്കിനെ ഉപയോഗിക്കാൻ പറ്റും.
അതായത് എക്സസൈസ് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ പരിപാടി ആവാതെ ന്യൂറോളജിക്കൽ നെസസിറ്റി ആണ് എന്നും അത് കമ്പ്യൂട്ടറായിട്ട് കാണുന്നതിന് പകരം ഒരു ടെറേറിയം പോലെ ആവശ്യത്തിന് ന്യൂട്രിയൻസ് എത്തുന്ന ഒരു അവയവമാണ് തലച്ചോറെന്ന് മനസ്സിലാക്കാനും അതിൽ പുതിയതായിട്ട് വളരാൻ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആവശ്യമാണ് എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പ് സ്വയം ഒന്ന് അനലൈസ് ചെയ്യുക. നിങ്ങൾക്ക് ആങ്സൈറ്റി ഫീൽ ചെയ്യുന്നുണ്ടോ? മൈൻഡിൽ കുറേ ചിന്തകൾ ഓടുന്നുണ്ടോ? ആകെ ക്ഷീണവും ദേഷ്യവും ഒക്കെ ആണോ? എങ്കിൽ നേരെ വർക്കൗട്ട് ചെയ്യുക. അത് ഹെവി ആയിട്ട് കെറ്റിൽ ബെൽ ചെയ്യുന്നതാകാം, വലിയൊരു കയറ്റം ഓടിക്കയറുന്നതാകാം, മാർഷൽ ആർട്സ് ആകാം, അല്ലെങ്കിൽ കാട്ടിലൂടെ സ്പീഡിൽ നടക്കുന്നതാകാം. എന്താണെങ്കിലും പ്രശ്നമില്ല. നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ട്, നിങ്ങൾ അനങ്ങുന്നുണ്ട്, ആ ബുദ്ധിമുട്ട് നിങ്ങൾ സഹിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ നിങ്ങളുടെ നെർവസ് സിസ്റ്റത്തിന് സിഗ്നൽ കൊടുക്കണം. എന്നിട്ട് സെഷൻ കഴിഞ്ഞതിന് ശേഷം ഒന്നുകൂടെ നോക്കുക. ആങ്സൈറ്റി കുറഞ്ഞോ? ബ്രെയിൻ ഫോഗ് മാറിയോ? അനാവശ്യ ചിന്തകളുടെ ശല്യം കുറഞ്ഞോ? ആ ഹെവി വർക്കൗട്ടിന് ശേഷം ബ്രെയിനിന് കിട്ടുന്ന ഏറ്റവും വലിയ സമാധാനം നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടോ? വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ പറ്റും. ഇതായിരിക്കണം നമ്മുടെ പുതിയ സക്സസ് മെട്രിക്സ്. ബോഡിയിലെ ഫിസിക്കൽ മാറ്റങ്ങൾ, തടി കുറയുന്നതോ മസിൽ വരുന്നതോ സ്റ്റാമിന കൂടുന്നതോ ഇതൊക്കെ ആക്ച്വലി ഉണ്ടാകും. പക്ഷേ അതൊന്നും നമ്മുടെ മെയിൻ ലക്ഷ്യമല്ല. അതൊക്കെ പ്രോസസ്സിൽ ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്ന ഒരു ഔട്ട്പുട്ട് മാത്രമാണ് എന്നും തളർത്താൻ പറ്റാത്ത നല്ല കൺട്രോളുള്ള കിടിലം ഒരു മൈൻഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ശരിക്കുമുള്ള ലക്ഷ്യമെന്നും മനസ്സിലാക്കി നിങ്ങൾ വർക്കൗട്ടിനെ സമീപിക്കുക. ജിമ്മായാലും നിങ്ങൾ ഓടാൻ പോകുന്നതായാലും നടക്കാൻ പോകുന്നതായാലും മല കയറുന്നതായാലും മാർഷൽ ആർട്സ് ആയാലും മെഡിറ്റേഷൻ ആയാലും എന്തായാലും ധൈര്യമായിട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ പേഴ്സണൽ സപ്പോർട്ടിംഗ് കമ്മ്യൂണിറ്റിയുടെ ലിങ്കും താഴെയുണ്ട്. സയൻറ്റിഫിക് മൈൻഡ് സെറ്റ് കോഴ്സിൻ്റെ ലിങ്കും താഴെയുണ്ട്. തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യുക. മറ്റൊരു എപ്പിസോഡ് വീണ്ടും കാണാം. അതുവരെ